വിലക്കപ്പെട്ട പ്രണയം ഭാഗം 47. അവിടെ പോയി എന്തൊക്കെയോ തിരുത്താനുണ്ടായതൊക്കെ ശരിയാക്കി കൊടുത്തതിന് ശേഷമാണ് ആമി തിരികെ വീട്ടിലേക്ക് വന്നത്. അതൊക്കെ ശരിയാക്കി വെരിഫൈ ചെയ്ത് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് വരുമെന്നാണ് കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഒരാഴ്ച കൂടി ടെൻഷൻ അടിച്ചിരിക്കണമല്ലോ എന്ന് ആലോചിച്ച് തിരികെ വീട്ടിലേക്ക് വന്നു. തിരികെ പോകാൻ നേരം എബിക്ക് മെസ്സേജ് അയക്കാനും അവൾ മറന്നില്ല. ആമി തിരികെ എത്തിയപ്പോഴേക്കും ഏകദേശം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ സെർവൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ആമി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. പോയ കാര്യങ്ങളൊക്കെ ശരിയായോ? അവൾ വന്നപ്പോൾ തന്നെ മുത്തശ്ശി ആദ്യം ചോദിച്ചത് അതാണ്. ആമി അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഒരാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് അറിയാനാകും എന്നും പറഞ്ഞു. അങ്ങനെ ആമിയും മുത്തശ്ശിയും സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഉച്ച സമയത്ത് ഇതാരാണെന്ന് ചിന്തിച്ച് ആമിയാണ് ആദ്യം വാതിൽ തുറക്കാനെത്തിയത്. അവൾ നോക്കുമ്പോൾ അവൾക്ക് പിന്നിലായിട്ട് തന്നെ അനീറ്റയും വാതിൽ തുറക്കാൻ എന്നതുപോലെ എത്തിയിട്ടുണ്ട്. ആമി അവളുടെ മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു. അനീറ്റ പോയി വാതിൽ തുറന്നു. ജസ്റ്റിൻ. അന്ന് കണ്ടു പരിചയമുള്ളത് കൊണ്ട് തന്നെ ആമിക്ക് വേഗത്തിൽ തന്നെ ആളെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അടുത്ത നിമിഷം ആമി നോക്കിയത് അനീറ്റയുടെ മുഖത്തേക്കായിരുന്നു. അവളുടെ മുഖത്തു നിന്ന് തന്നെ ഈ ഒരു വരവ് അവർ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് ആമിക്ക് മനസ്സിലായി. കാരണം അവളുടെ മുഖത്ത് ഒരുതരം ഞെട്ടലാണ്. മാത്രമല്ല ജസ്റ്റിനെ നോക്കിയപ്പോൾ അവൻ കയ്യിലൊരു ബാഗൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അനു എന്താ ഇങ്ങനെ നോക്കുന്നത്? അകത്തേക്ക് വിളിക്കുന്നില്ലേ എന്നെ? അനുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് തലോടിക്കൊണ്ടാണ് ജസ്റ്റിൻ വളരെ സ്വാഭാവികമായിട്ട് സംസാരിച്ചത്. ആമി അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയിരുന്നു. ആമി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് വന്നത്. ആരാ ആമി മോളെ വന്നത്? അത് ചെറിയമ്മയുടെ മോളുടെ ഭർത്താവാണ്. ആര്? ജസ്റ്റിനോ? മുത്തശ്ശി സംശയത്തോടെ ചോദിച്ചതും ആമി അതേ എന്ന പോലെ തലയാട്ടി. അവന് ലീവ് കിട്ടിയില്ലെന്നാണല്ലോ അനു പറഞ്ഞത്. എന്നിട്ട് ഇത്ര വേഗം ലീവ് കിട്ടി നാട്ടിലേക്ക് എത്തിയോ അവൻ? മുത്തശ്ശി ആശ്ചര്യത്തോടെ ചോദിച്ചുകൊണ്ട് വേഗം തന്നെ മുറിക്ക് പുറത്തേക്കിറങ്ങി. ആമിയും മുത്തശ്ശിയുടെ പുറകെ പോയി. നോക്കുമ്പോൾ അവിടെയും പരസ്പരം എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ജസ്റ്റിനും അനുവും ചെറിയമ്മയും ഒക്കെ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശിയും ആമിയും അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർ സംസാരം മാറ്റുന്നതായിട്ടും ആമിക്ക് തോന്നിയിരുന്നു. നിമിഷ നേരം കൊണ്ട് എബി പറഞ്ഞറിഞ്ഞ ഇവരുടെ കാര്യങ്ങളൊക്കെ ആമിയുടെ മനസ്സിൽ മിന്നിമാഞ്ഞു. ആമി അനുവിനെയും ജസ്റ്റിനെയും ചെറിയമ്മയെയും ഒക്കെ മാറി മാറി നോക്കി. ആമി നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ആരും പരസ്പരം ഒന്നും സംസാരിക്കുന്നുണ്ടായില്ല. അവർക്കിടയിൽ ഒരു കരടായി നിൽക്കണ്ടല്ലോ എന്ന് കരുതി ആമി നേരെ മുകളിലുള്ള തൻ്റെ മുറിയിലേക്ക് പോയി. ഫോൺ എടുത്ത് നോക്കുമ്പോൾ കോളേജിൽ പോയ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് എബി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവനോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റിൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യവും ആമി പറഞ്ഞു. ആമി അങ്ങനെ മെസ്സേജ് അയച്ച് ഫോൺ മാറ്റി വെക്കുന്നതിന് മുന്നേ തന്നെ എബിയുടെ ഫോൺ കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിയിരുന്നു. ഹലോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അന്തരീക്ഷം ശാന്തമാണോ അതോ പ്രശ്നമാണോ? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനിപ്പോൾ മുറിയിലാണ്. ജസ്റ്റിൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഞാൻ നിൽക്കുന്നത് കൊണ്ടാവണം സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിൽക്കാതെ മുകളിലേക്ക് കയറിപ്പോന്നു. ഞാൻ വരുന്നതിന് മുൻപ് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അമ്മാമ്മയെ ശ്രദ്ധിക്കണം. ചെറിയ കാര്യം മതി, വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് പ്രഷറും മറ്റുമൊക്കെ വരുത്തി വയ്ക്കും. അത് ഞാൻ നോക്കിക്കോളാം. എല്ലാവരും പോയി കഴിയുമ്പോൾ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയാൻ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. അങ്ങനെ കൂടി അവളോട് ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് അവൻ ഫോൺ വെച്ചത്. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും താഴെ നിന്ന് പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നും വരാതിരുന്നത് കൊണ്ട് ആമി നേരെ താഴേക്ക് നടന്നു. താഴേക്ക് വന്ന് നോക്കുമ്പോൾ ഹാളിൽ ഒന്നും ആരുമില്ല. എല്ലാവരും മുറിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. ആമി പതിയെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടന്നു. മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ മുത്തശ്ശി മുറിയിലിരുന്ന് എന്തോ പുസ്തകം വായിക്കുന്ന തിരക്കിലാണ്. ആ വന്ന ചേട്ടൻ പോയോ മുത്തശ്ശി? ഇല്ല, ഒരാഴ്ച കഴിഞ്ഞ് അനു ഒക്കെ തിരികെ പോകുമ്പോൾ ആയിരിക്കും അവനും കൂടെ പോവുക. ആണോ? ആ, അത് അനീറ്റയുടെ ഭർത്താവാണെന്ന് നിനക്കെങ്ങനെ അറിയാം? മുൻപ് അറിയുമോ നിനക്ക്? ആ, ഇതിന് മുൻപ് വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അനുവിൻ്റെയും ജസ്റ്റിൻ്റെയും ഒക്കെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് ആകെ ഒരു കുഴപ്പം പോലെ. രണ്ടുപേരും പരസ്പരം ബന്ധമില്ലാത്തതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് പോലെ തോന്നി എനിക്ക്. കയ്യിലെ ബുക്ക് മാറ്റി വെച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞതും ആമി അതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ പോയില്ല. രാത്രി എബി വന്നപ്പോൾ പതിവ് പോലെ രണ്ടുപേരും ബാൽക്കണിയിലിരുന്നു. ഇന്നും അനു അവനോട് സംസാരിക്കാനുണ്ടാവും എന്നാണ് ആമി കരുതിയത്. പക്ഷേ അവളുണ്ടായില്ല. എബി ആമിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവളെ വിളിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അനീറ്റ വന്നില്ലേ? ഇന്ന് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ ഫുഡ് കഴിക്കുന്ന നേരത്തൊക്കെയും. അതുകൊണ്ട് ചിലപ്പോൾ വരില്ല. പിന്നെ ജസ്റ്റിനും ഉണ്ടല്ലോ. മനസ്സുകൊണ്ട് അകന്നിരിക്കുവാണെങ്കിലും മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും അടുപ്പമുള്ളതുപോലെ അഭിനയിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. എബി പറഞ്ഞതും ആമിയൊന്നും മൂളി. എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്?
ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തൻ്റെ നാടും അതിനടുത്തുള്ള സ്ഥലങ്ങളുമൊക്കെ ഒരു പട്ടിക്കാട് ഏരിയയാണ്. അതായത് അധികം വികസനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള ഒരു സെറ്റപ്പ് തുടങ്ങിയാലോ എന്ന് എൻ്റെ മനസ്സിലിപ്പോൾ ഒരു ആലോചനയുണ്ട്. വല്ലാത്ത ചിന്തയോടെ പറഞ്ഞതും ആമിയും അതൊന്നും ആലോചിച്ചു. ഒരു സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ആ നാട്ടിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു ഉപകാരം തന്നെയായിരിക്കും. കാരണം ഇപ്പോഴും പുരോഗതി എന്താണെന്നറിയാത്ത ഒരുപിടി ജനങ്ങളാണ് അവിടെ താമസിക്കുന്നതും മറ്റും. എന്ത് കാര്യമുണ്ടെങ്കിലും എറണാകുളം ടൗണിലേക്ക് പോകേണ്ടി വരും. മാത്രമല്ല നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം വേണമെങ്കിലും എന്തിന് ഒരു നല്ല ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും എറണാകുളത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. മാത്രമല്ല പച്ചക്കറി വാങ്ങാനും മറ്റുമൊക്കെ ആയിട്ട് പലപ്പോഴും ടൗണിലേക്ക് പോകേണ്ട അവസ്ഥയും വരാറുണ്ട്. പറഞ്ഞു വന്നപ്പോൾ ആമിയും അത് നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് അവനോട് പറഞ്ഞത്. നമുക്ക് ഈ ആഴ്ച തന്നെ അങ്ങോട്ടൊന്ന് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീക്കെൻഡ് ആവുമ്പോൾ പോയാൽ പോരെ? മതി. ഇവിടെ താൻ നാട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞിറങ്ങിയാൽ മതി. ഞാൻ പിന്നെ എറണാകുളത്തേക്ക് ജോലിയുടെ ആവശ്യത്തിനായി പോവാണെന്ന് പറഞ്ഞിറങ്ങിക്കോളാം. എബി പറഞ്ഞതും ആമിയും അത് തലയാട്ടി സമ്മതിച്ചു. ഒരുപക്ഷെ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതിൽ മുത്തശ്ശിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ അതറിഞ്ഞു കഴിയുമ്പോൾ പ്രശ്നം വരാൻ പോകുന്നത് ചെറിയ മമ്മിക്കായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയുന്നതാണ് ശരിയെന്ന് രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് തീരുമാനിച്ചു. താൻ ഇട്ടിരിക്കുന്നത് താലിമാലയാണോ? കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ യാദൃശികമായി എബിയുടെ നോട്ടം അവളുടെ കഴുത്തിലേക്ക് എത്തിപ്പെട്ടപ്പോഴാണ് അവൻ സംശയത്തോടെ അതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചത്. പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടതും ആമി തൻ്റെ കഴുത്തിലേക്കും എബിയെയും മാറി മാറി നോക്കി. ശേഷം പതിയെ അതേ എന്ന രീതിയിൽ തലയാട്ടി. ഞാൻ വെറുതെ ചോദിച്ചതാണ് കേട്ടോ. നിങ്ങൾ ഈ ഹിന്ദുക്കൾ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ താലി ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ്. ആ, ഹരിയേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് താലി ഊരി വയ്ക്കാൻ പറഞ്ഞാണ്. പക്ഷേ എന്തോ അത് പറ്റിയിട്ടില്ല. ആ, അത് പിന്നെ അംഗീകരിച്ച് തരില്ലല്ലോ. എന്ത്? ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്, അത് വിട്ടേക്ക്. എബി പറഞ്ഞതും ആമിയൊന്നും മൂളി. രണ്ടുപേരും കുറച്ചധികം സമയം കൂടി അങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച പോകാമെന്നാണ് ഇരുവരും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. മുത്തശ്ശിയോട് ആമി നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പോകുന്നത് വരെ അനുവും ജസ്റ്റിനും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും പറയരുതേ എന്നായിരുന്നു എബി ആഗ്രഹിച്ചത്. കാരണം ആ ഒരു പ്രശ്നം പറഞ്ഞു തുടങ്ങിയാൽ എന്തായാലും അതിനിടയിലേക്ക് തന്നെ വലിച്ചിഴക്കും എന്നത് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിച്ചത്. ജസ്റ്റിൻ വന്നപ്പോൾ തന്നെ ഏത് നിമിഷവും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാം എന്ന് പ്രതീക്ഷിച്ചാണിപ്പോൾ ഇരിക്കുന്നത് തന്നെ. ഇത്രയും ദിവസമായിട്ടും തട്ടലും മുട്ടലുകളും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എപ്പോഴാണ് ഒരു കൊടുങ്കാറ്റ് പോലെ ഇതെല്ലാം കൂടി പുറത്തേക്ക് വരുന്നതെന്ന് പറയാനും ആവില്ല. അങ്ങനെ ഇന്ന് രാവിലെ രണ്ടുപേരും ഇറങ്ങാൻ നിൽക്കുകയാണ്. ആമി ആദ്യം തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് എന്നതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. എബി ആണെങ്കിൽ പോകുന്ന കാര്യമൊന്നും മുത്തശ്ശിയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അനുവാദം ചോദിക്കുമ്പോൾ എന്തായാലും മുത്തശ്ശി വഴക്ക് പറയാതിരിക്കില്ല എന്നത് അവൻ ഉറപ്പാണ്. അമ്മാമ്മേ, കൊഞ്ചി വിളിച്ചുകൊണ്ട് അവൻ അമ്മാമ്മയുടെ മുറിയിലേക്ക് കയറി. കാരണം കാര്യം സാധിച്ചെടുക്കാനുള്ള അടവാണ് അവൻ്റെ ഈ വിളി. ആ വിളി കേട്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് അവനെ തന്നെ കൊണ്ട് എന്തോ കാര്യം സാധിക്കാനുണ്ടെന്നത് മനസ്സിലായിരുന്നു. നിന്ന് കൊഞ്ചാതെ കാര്യം പറയബിക്കുട്ട. അമ്മാമ്മേ, ഞാനിന്ന് എറണാകുളം വരെ പോവാണ്. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. താഴ്ന്ന ശബ്ദത്തിൽ എബി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മുത്തശ്ശിയുടെ മുഖം അപ്പാടെ മാറിയിരുന്നു. എന്താ, പോകാൻ നേരമായപ്പോഴാണോ നിനക്കിത് എന്നോട് വന്ന് പറയണമെന്ന കാര്യം ഓർമ്മ വന്നത്? ഇന്നലെ രാത്രിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. അപ്പോഴേക്കും അമ്മാമ്മ ഉറങ്ങിക്കാണും. അതുകൊണ്ട് ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാണ് ഇന്ന് രാവിലെ തന്നെ വന്ന് പറയാമെന്ന് കരുതിയത്. എറണാകുളത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിനക്ക് ആമിമോളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാമായിരുന്നില്ലേ? പാവം, അതിന്ന് ഒറ്റയ്ക്ക് രാവിലെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവൾ വീട്ടിലേക്ക് പോയോ? ഒന്നും അറിയാത്ത ഭാവത്തിൽ എബി സംശയത്തോടെ ചോദിച്ചു. മുത്തശ്ശി അതിനതേ എന്ന രീതിയിൽ തലയാട്ടി. അവൾ ഒറ്റയ്ക്ക് പോവെങ്കിൽ പോട്ടെ, എല്ലാ പ്രാവശ്യവും എന്നെക്കൊണ്ട് ആക്കി കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. എബി അവളുടെ കാര്യത്തിൽ അത്ര വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശി അവനെ ഒന്ന് നോക്കി. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്നോട്. നീ പോയിട്ട് തിരികെ വന്നു കഴിയുമ്പോൾ ഞാൻ പറയാം. എന്ത് കാര്യം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ. പറഞ്ഞു കഴിയുമ്പോൾ നീ ചൂടാവാൻ നിൽക്കരുത്. ഓ, അപ്പോൾ കല്യാണമോ പെണ്ണ് കാണലോ ആയിരിക്കും വിഷയം. മുത്തശ്ശി മറുപടി കൊടുക്കുന്നതിന് മുന്നേ തന്നെ എബിക്ക് കാര്യം മനസ്സിലായിരുന്നു. പെണ്ണ് കാണാനൊന്നുമല്ല. പിന്നെ? എടാ, നിനക്ക് ആമിമോളെ നിൻ്റെ കൂടെ കൂട്ടുന്നതിൽ എന്താ അഭിപ്രായം? എന്ത്? പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് മുത്തശ്ശി പറഞ്ഞത് തെറ്റിപ്പോയതാണോ അതോ താൻ കേട്ടത് തെറ്റിപ്പോയതാണോ എന്ന് മനസ്സിലാകാത്തതുപോലെ എബി വീണ്ടും സംശയത്തോടെ എന്താണെന്ന് ചോദിച്ചു.
ജാതിയും മതവും ഒന്നും എനിക്ക് പ്രശ്നമല്ല എബി. അവളെപ്പോലെ അത്രയും നല്ലൊരു കുട്ടിയെ നിനക്കിനി കിട്ടാനില്ല. അതുകൊണ്ട് അമ്മാമ്മയുടെ മനസ്സിലൊരാഗ്രഹം പറഞ്ഞതാണ്. മുത്തശ്ശി അതിന് പുറകെയായി ഓരോ ഡയലോഗുകളൊക്കെ പറയാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ അരുതാത്തത് കേട്ടതുപോലെ എബി ആകെ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. അമ്മാമ്മ ഇതെന്തൊക്കെയായി പറയുന്നത്? ഞാൻ അവളെ അങ്ങനെയൊന്നും... എബി മുഴുവനായിട്ട് ആകെ ബ്ലാങ്കായി പോയൊരവസ്ഥയിലായിരുന്നു. അവന് എന്താണ് മുത്തശ്ശിയോട് മറുപടി പറയേണ്ടതെന്ന് പോലും മനസ്സിലാകുന്നില്ലായിരുന്നു. എടാ, അവൾ നല്ല കുട്ടിയാണ്. മുത്തശ്ശി പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ എബി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവനാകെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുകയാണ്. പക്ഷേ അപ്പോൾ തന്നെ അവൻ്റെ ഫോണിലേക്ക് കോള് വന്നിരുന്നു. ആമിയാണ് വിളിക്കുന്നത്. അവൻ വേഗം തന്നെ ഫോൺ എടുത്തു. താൻ എവിടെയാ? ഞാനിവിടെ ബസ് സ്റ്റാൻഡിൽ എന്തോരം നേരമായി കാത്തു നിൽക്കുന്നത്. ഞാൻ ദാ വരുവാ, 10 മിനിറ്റ്. അമ്മാമ്മേ, ഞാൻ ഇറങ്ങട്ടെ. അത്രമാത്രം പറഞ്ഞ് എബി മുറിയിൽ നിന്നിറങ്ങി. അവന് പുറകെ മുത്തശ്ശി കൂടി വന്നുവെങ്കിലും അവൻ ബാഗെടുത്ത് വണ്ടിയിലേക്ക് വെച്ച് വേഗം കാറെടുത്ത് പോവുകയാണ് ചെയ്തത്. അവൻ്റെ ആ പെരുമാറ്റം മുത്തശ്ശിയിലും ആകുലത നിറച്ചു. ഡ്രൈവ് ചെയ്യുമ്പോഴും മുത്തശ്ശി ചോദിച്ച കാര്യത്തിൽ തന്നെയായിരുന്നു എബി സ്റ്റക്കായി നിന്നിരുന്നത്. ആ ചോദ്യം അത് അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു. വേഗം പോയി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ആമിയെയും അവൻ കൂടെ കൂട്ടി. നല്ല ആളാണ്. ഞാൻ ഇറങ്ങുന്നതിന് പുറകെ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഈ പൊരിഞ്ഞ വെയിലത്ത് ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറിൽ കൂടുതലായി. കാറിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത് വഴി ആമി പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ എബി എന്തൊക്കെയോ ചിന്തകളിലാണ്. വണ്ടിയെടുക്ക്, നമുക്ക് പോകണ്ടേ? അവൾ അകത്തേക്ക് കയറിയിട്ടും എന്തോ ഓർമ്മയിൽ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെറുതെ ഇരിക്കുന്ന എബിയെ നോക്കി അവൾ ചോദിച്ചു. ആ, പോണം. അത് പിന്നെ നമുക്ക് കുറച്ച് സമയം എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതിയോ? നെറ്റിയൊന്ന് തടവിക്കൊണ്ട് എബി ചോദിച്ചതും ആമി അവനെ സംശയത്തോടെ നോക്കി. തലവേദന എടുക്കുന്നുണ്ടോ? അവൾ സംശയത്തോടെ ചോദിച്ചതും എബി അതേ എന്ന രീതിയിൽ വെറുതെ തലയാട്ടി കൊടുത്തു. കാറ് ഞാൻ ഓടിക്കണോ? ആമി അവനോട് ചോദിച്ചതും എബി അവളെ ഒന്ന് നോക്കി. അതിന് തനിക്ക് കാർ ഓടിക്കാനൊക്കെ അറിയോ? അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഹരിയേട്ടനെ ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പഠിച്ചതാണ്. അവിടെ ഉണ്ടായിരുന്ന കാർ ഓടിച്ച് ശീലമുണ്ട്. ഇതെങ്ങനെയാകുമെന്നറിയില്ല, എന്നാലും ശ്രമിച്ചു നോക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഓടിച്ചോളൂ. ഇത് ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ട് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അത് പറഞ്ഞ് എബി വേഗം തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ആമി കാർ ഡ്രൈവ് ചെയ്യാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു. വയ്യെങ്കിൽ വൈകുന്നേരം ആയാലും ഇറങ്ങിയാൽ മതിയായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് എന്തോ ചെറിയൊരു തലവേദന പോലെ തോന്നി. കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചിരുന്നാൽ തന്നെ ശരിയാകും. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.